വയലാർ സമരത്തിൻ്റെ നായകൻ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും CK കുമാരപ്പണിക്കർ, അദ്ദേഹമായിരുന്നു. അത് പാർട്ടി തീരുമാനമൊക്കെ ആയിരുന്നു. അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു പിന്നെ MLA ആയ CG സദാശിവൻ. ഇവരൊക്കെയായിരുന്നു ചേർത്തല നേതാക്കന്മാർ. NP തണ്ടാർ ഈ വോളണ്ടിയേഴ്സിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് വന്ന ഒരാൾ. NP തമ്പിൻ്റെ MLA ആയി അദ്ദേഹം. ഒത്തിരി മർദ്ദനമേറ്റവരൊക്കെ, ഒത്തിരി മർദ്ദനമേറ്റവരവരൊക്കെ. എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത് ഏതാണ്ട് 105 പേരോ 100-അടുത്ത ആളുണ്ട്. പക്ഷെ അവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ അവിടെ ഉണ്ടായിരുന്നത് ഏതാണ്ട് 85-86 പേരോ മറ്റായിരുന്നു. 36 പേര് ഒരു കുളത്തിൽ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. നീന്തി കുളത്തിലേക്ക് ഇറങ്ങി വെടികൊള്ളാതിരിക്കാൻ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? പട്ടാളക്കാർ ഈ വന്ന പട്ടാളക്കാർ വെള്ളത്തിലേക്ക് വെടിവെച്ച് മുഴുവൻ കിടന്ന് മരിച്ചുപോയി. 36 പേരുണ്ട് അതിനകത്ത്. പിന്നെ വെടികൊണ്ട് വീണവരുണ്ടല്ലോ. പിന്നെ ഇവരെന്താ ചെയ്തത്? പട്ടാളക്കാർ ചെയ്തതെന്ന് വെച്ചാൽ, അന്ന് ഇത് സംഭവം ശരിയാണ്, പറഞ്ഞു കേട്ടത് മാത്രമല്ല, എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ വീട്ടിൽ പറയുമായിരുന്നു എപ്പോഴും. ഇപ്പം ഇങ്ങനെ വാരിക്കൊന്നും കൊണ്ട് കുത്തുമ്പോൾ അയ്യോ എന്ന് കാറുമ്പോൾ ഒരു വെടിവെക്കും. ആളെങ്ങനെ വീഴുന്നത്. കൃഷ്ണപ്പനാശാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വീടിനടുത്തുള്ള ആളാണ്, തൊട്ടപ്പുറത്തുള്ള. അതിൽ അദ്ദേഹത്തിന് വെടികൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് മകൻ്റെ കൂടെ പഠിച്ച സോമൻ. അപ്പോൾ വെടിവെച്ച് പുള്ളി അയ്യോ എന്ന് കാര്യപ്പോൾ വെടിവെച്ച് കത്തു.